ഇന്നത്തെ യാത്ര എങ്ങോട്ടാ? നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്നാ പ്രത്യേകത തന്നെ? പ്രത്യേകത രാവിലെ ചെറിയൊരു പണി കിട്ടി. എന്നാ പറ്റി? പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചി രാവിലെ കഴിച്ചോണ്ടിരുന്ന പെട്ടെന്ന് അമ്മച്ചിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നാൽ അമ്മച്ചി ചാടി വെച്ച് നോക്കിയപ്പോ നമ്മുടെ കസേരയുടെ ചെയർ അങ്ങ് വിട്ടുപോയി. പിടിയോ? ജസ്റ്റ് മിസ്സാണ്, കാലല്ലേ. അപ്പൊ അബദ്ധത്തിലെങ്ങനെ അമ്മച്ചപ്പ എണീറ്റില്ലായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാനേ. അതിനിപ്പോ എങ്ങോട്ടാ? നമ്മള് അമ്മച്ചിക്ക് സർപ്രൈസ് ആയിട്ട് പുതിയ കസേര വാങ്ങിക്കാൻ പോവാണ്. അതിപ്പോ നമുക്ക് കിടക്കുന്ന സ്റ്റീലിന്റെ കസേരയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് തടിയുടെ കസേര വാങ്ങിക്കാനായിട്ടാണ്. അവർക്ക് അറിയത്തില്ല. നമുക്ക് പോയിട്ട് വരാം. അമ്മച്ചി തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരണം. പോയിട്ട് വരാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഹാപ്പി ഹോം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇത് പഴയ കൊച്ചരയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി ഫർണിച്ചർ ഐറ്റം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഓണ സീസൺ ആയിട്ട് എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്നൊക്കെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടാ, എന്തൊക്കെയാ ഓണത്തിന് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. എന്താ സംഭവം? ഓണത്തിന്റെ ഓഫറുകൾ ആഗസ്റ്റ് 15-ാം തീയതി കൂടി സ്റ്റാർട്ടാവുന്നതാണ്. എന്തൊക്കെയാണ് നമുക്ക്? 10% മുതൽ 50% വരെ നമ്മൾ ഡിസ്കൗണ്ട് ഓണത്തിന് ഒരു മാസത്തിന് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണത്. പിന്നെ അതുകൂടാതെ ഓണത്തിന് ശേഷം ഒരു വർഷത്തേക്കുള്ള ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീം. അതെന്താ? അത് ആഴ്ചയില് 500 രൂപ 1000 രൂപ രണ്ട് സ്കീമുണ്ട് വെച്ച് അടച്ചു തീർക്കുക. 50 ആഴ്ച അടച്ചു കഴിയുമ്പോൾ 500 രൂപ അടയ്ക്കുന്ന ആൾക്ക് 25,000 രൂപ അടവ് വരുന്നു. അതാണ് ഇൻസ്റ്റാൾമെന്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഞാൻ വന്നത് ചോദിച്ചു ഇൻസ്റ്റാൾമെന്റ് രജിസ്റ്റർ എന്താന്ന്. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓരോന്ന് വെച്ചിട്ട്. അത് നമ്മള് അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസാണ്. ഇപ്പൊ സാധനം കൊടുത്തിരുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ അല്ലേ? ഇനി വരുന്ന അടുത്ത വർഷത്തേക്കുള്ള ഈ വർഷത്തേക്കുള്ള. അപ്പൊ 25 രൂപ വെച്ച് അടച്ചു വരുന്നവർക്ക് 30 രൂപയുടെ സാധനം എടുക്കാം. 25,000 അടച്ചു തീരുമ്പോൾ 30,000 അത് ഇവിടെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. എല്ലാം നല്ല സാധനങ്ങളാണ്, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഞങ്ങൾ ഇവിടുന്നാണ് മാക്സിമം എടുത്തോണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ പുറകിലും ഗോഡൗണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഓരോരോ രീതിയിലുള്ള സോഫ സെറ്റുകളുണ്ട്. ഇവിടുത്തെ ചേട്ടനാട്ടോ. ബെഡ് ഉണ്ടല്ലേ? അത് കണ്ട ടേബിളും ടീഫോയും കുട്ടികളുടെ ടേബിൾ കേട്ടോ. ഇരുന്ന് പഠിക്കാനും കണ്ടില്ലേ, ഓരോ ഫോട്ടോ, മിക്കി മൗസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ചെറിയ അലമാര, പഠന ടേബിൾ കേട്ടോ. കേട്ടോ, താഴ്ത്തിട്ടിട്ട് ചേർത്തിട്ട് പഠിക്കാൻ പാകത്തിന്. അത് അലമാരി കേട്ടല്ലേ? എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാം. പിള്ളേർക്ക് ഏറ്റവും നല്ല സാധനമാണുള്ളത്. നല്ല സ്പേസ് ഉണ്ടല്ലോ. സാധനങ്ങളൊക്കെ ബുക്കാണല്ലോ എല്ലാം എടുത്തു വെക്കാനും. അത് നല്ലൊരു ഐഡിയ ആണ് ഈ ടേബിള്. പിന്നെ ബെഡ് ഉണ്ടല്ലേ? നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. പില്ലോ, ബെഡ്. ഇത്ര സ്റ്റോക്കുകളുണ്ട്. ഓണത്തിന് നല്ല ഓഫറും ഉണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഞാൻ കോൺടാക്ട് നമ്പർ വെച്ചേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ വിളിച്ച് നോക്കി അന്വേഷിച്ചിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ ഡയറക്റ്റ് വരിക. ബെഡിൻ്റെ തലയണൊക്കെ ഫ്രീ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു TV സ്റ്റാൻഡ് കേട്ടോ. ഇത് DVD ഒക്കെ വെക്കാനുള്ള ഏരിയയും സാധനങ്ങളൊക്കെ നല്ല സ്പേസിലുള്ള സാധനമാണ്. അയ്യോ, നല്ലൊരു ഐഡിയ ആയിരുന്നുള്ളത്. ഇതിനെ മോളിൽ TV ഹാങ് ചെയ്യുന്ന അല്ലേ? ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതുപോലത്തെ. ഇതിനങ്ങനെ പരിചയമുണ്ടോ എല്ലാവർക്കും, ആർക്കെങ്കിലും? ഇതൊരു പൂജാ സ്റ്റാൻഡാണ്. വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ ഹിന്ദുക്കളൊക്കെ ആചരിക്കുന്ന സംഭവമാണിത്. ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല സാധനം. ഇവിടത്തേക്ക് ചേർന്ന് നല്ല സ്മൂത്ത് പില്ലോയും എല്ലാം കേട്ടോ. നമ്മൾ കുറച്ചു മുമ്പ് വന്ന് നോക്കി വെച്ചേക്കുന്നതായിരുന്നു ഇത്. ഞാൻ വന്നിട്ട് നോക്കി എന്നെ സെറ്റാക്കി വെച്ചതാണ്. ഇനി നമ്മൾ ഇത് കൊണ്ടുപോകും. 6 പീസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വണ്ടി വിളിച്ച് വീട്ടിലുണ്ട്. ഇപ്പം നമ്മൾ വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. 3 എടുത്തിട്ട് വരുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാകും. വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇപ്പം വരുമായിരിക്കും. വണ്ടി എത്തി, നമുക്ക് കയറ്റിക്കൊണ്ട് പോവാം. അങ്ങനെ വണ്ടി യാത്രയായിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? സന്തോഷം. കുഞ്ഞപ്പാ, ഞാൻ ചിരിക്കുന്ന മോഡിലല്ലോ. എത്തിയിരിക്കുകയാണ്. അമ്മച്ചി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറ്റുവാണ്. കുഞ്ഞപ്പോ പൊക്കിക്കോ, അത് കയറ്റിയേക്കാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെളിയില് റോഡില് ഇത് കണ്ടിട്ട് അതിശയിച്ച് അവിടെ നിപ്പുണ്ട്. വരട്ടെ.
വാങ്ങിച്ച് വന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അല്ല കലിപ്പൊക്കെയാണല്ലോ വരുന്നത്. എന്നിട്ട് നോക്കിയ സാധനം കണ്ടത് രാവിലെ വീണപ്പോൾ നല്ല സുഖമില്ലായിരുന്നു. ഇതെങ്ങനെ ഉണ്ട്? കടയിൽ നിന്ന് വാങ്ങിച്ചു പോയി നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ചിരിക്കാനും അറിയാല്ലേ? ആ ചാടിക്കയറി ഇരുന്നോ അവിടെ? ഏട്ടാ എങ്ങനെയുണ്ട്? ഇന്നേ ഉള്ളോ? ഇനി വീടില്ല കേട്ടോ. രാവിലെ വീടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വിശേഷം കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത വിശേഷമായിട്ട് വരാം. ഓക്കെ. ഒന്നും അറിയാതെ അമ്മച്ചി പാവം ഇട്ടിരിപ്പുണ്ട്. ശരിയതാ.